ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് ഒന്നുമല്ല നമ്മൾ കാണിക്കുന്നത്, യു എയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് തുണി എടുത്തില്ലായിരുന്നു, അതൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളുമാണ് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നല്ല വെള്ളവും അതുപോലെ തന്നെ ഭയങ്കര മഴയായിരുന്നു. വഴിയിലേക്ക് അവസ്ഥകൾ ഇതാണ് കണ്ടോ, വെള്ളമെല്ലാം നിറഞ്ഞ് കിടക്കുകയാണ് ഇവിടെ വഴികളിലെല്ലാം. അതുപോലെ തന്നെ ചേട്ടനൊക്കെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് നടന്നാണ്, വണ്ടിയൊന്നും നമുക്ക് വഴിയിലിറക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം കുറച്ച് വെള്ളം കുറവുണ്ട്. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്താണ് ഇത്. അപ്പം അവിടെ ഇവിടുത്തെ സഫാരി മാളിൻ്റെ ഭാഗത്തെ വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. മാളിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി ഫുള്ളായിട്ടും വെള്ളം നിറഞ്ഞു കിടക്കുമായിരുന്നു. ഇപ്പം എല്ലാം മാറി ഒക്കെ റെഡിയായി വരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം തുണി പോയി വാങ്ങിയെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് ഞാനിന്ന് വർക്ക് ചെയ്യുവാണ്. കാരണം എനിക്ക് വർക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ കണ്ട് ഇത് പഠിച്ചതാണ്, ഫ്രെയിമൊക്കെ മേടിച്ച് വെച്ച് ചെയ്യുന്നതാണ്. അപ്പം ഇതിന് സ്റ്റാൻഡൊന്നുമില്ല, ഞാൻ ചുമ്മാ മെഷീൻ്റെ പുറത്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. തയ്യൽ എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പം യൂട്യൂബിനകത്ത് വീഡിയോ നോക്കിയാണ് ഇത് വരച്ചെടുത്തതും. അതുപോലെ തന്നെ ഇതൊക്കെ എൻ്റെ ഐഡിയ അനുസരിച്ച് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നതാണ്. നേരത്തെയൊക്കെ ഞാൻ കുറച്ച് നാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ ഞാൻ കുറേ തുണിയൊക്കെ വാങ്ങിച്ച് ഇതുപോലെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഇട്ടുകൊണ്ട് പോകുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചതല്ലല്ലോ, അതുകൊണ്ട് നമുക്കറിയാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇതൊക്കെ ചെയ്തെടുക്കുന്നതിനൊരു പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. കാരണം നമുക്ക് ഇവിടെ മെറ്റീരിയലൊക്കെ കിട്ടാൻ പാടാണ്. അതുപോലെ തന്നെ നാട്ടിൽ കിട്ടുന്നത്രയും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടാറുമില്ല. പിന്നെ അത് തന്നെയല്ലാതെ നമുക്ക് ഓർഡർ ചെയ്തൊക്കെ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് എനിക്ക്. കാരണം ഇതൊന്ന് നന്നായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തയ്യൽ. അതുപോലെ തന്നെ ഇതുപോലെ വർക്കൊക്കെ ചെയ്ത് നല്ല വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിതൊക്കെ ഒന്ന് പഠിക്കണമെന്നൊക്കെ ഉണ്ട്. നാട്ടിൽ ചെല്ലാതെ ഒന്നും പഠിക്കാനും പറ്റത്തില്ല. ഓൺലൈനായിട്ട് പഠിക്കണമെങ്കിൽ നമുക്കിതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഓരോ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്ത് അതൊക്കെ സ്വന്തമായിട്ട് തയ്ച്ചൊക്കെ ഇടുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ നോക്കുന്നത്. ആലിയ കട്ടില്ലേ, ഇപ്പം പുതിയ ട്രെൻഡിങ്ങിൽ ഇറങ്ങിയ ആലിയ കട്ടിൻ്റെ രീതിയിലാണ് ഞാനിത് വർക്ക് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ മുഴുവൻ ഫിനിഷായി വരുമ്പം എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഫ്രെയിമിന് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത്രയും ഉള്ള വലിപ്പമില്ല. അത് കാരണം നമുക്കുള്ളതിനകത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ചെയ്ത് വരുമ്പോഴത്തേന് അത്ര പെർഫെക്റ്റായി വരുമെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. ചെറിയ വർക്കൊക്കെയാണ് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം. ഇത് ഇത്രയും യോക്ക് ഫുള്ളായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുമോയെന്ന് അറിയത്തില്ല. എന്നാലും ഞാനത് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു 3-4 ദിവസം കൊണ്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ടൊരു ദിവസം കൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് സമയമുള്ളതുപോലെ ഞാൻ ഇത് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഇത് വർക്ക് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് വൈറ്റ് ബീഡ്സാണ്, കട്ട് ബീഡ്സ് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആദ്യം നെക്ക് ഫുള്ളായിട്ട് ചെയ്തു, അതൊക്കെ വരച്ചിട്ടിട്ടൊക്കെ ചോക്ക് കൊണ്ടൊക്കെ അടയാളപ്പെടുത്തിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിനകത്ത് ഞാനിതെല്ലാം കുറേ വീഡിയോസ് ഓരോരുത്തരുടെ എല്ലാം കണ്ടാണ് ഇതുപോലെ എങ്കിലും ചെയ്തെടുക്കാൻ പഠിച്ചത്. കുറേ എല്ലാം അഴുക്ക് തുണിയാലൊക്കെ ചെയ്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇതേ രീതിയിൽ ഇപ്പം ചെയ്യാനായിട്ട് പഠിച്ചെടുത്തിരിക്കുന്നത്. അപ്പം അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, നൂല് കൊണ്ടുള്ള വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് എനിക്ക്. ഫ്രോക്ക് നെറ്റിൻ്റെ ക്ലോത്തൊക്കെ ഇവിടെ റോളയിൽ കിട്ടും, അതൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് ചെറിയ പിള്ളേരുടെ ഫ്രോക്കൊക്കെ തയ്ക്കും. അങ്ങനെ ഓരോരോ പരിപാടികളാണ് എനിക്കിവിടെ. സമയം എങ്ങനെയും പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നമുക്ക് വെളിയിൽ അങ്ങനെ കൂടുതലായിട്ട് തയ്ച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇവിടെ എല്ലാത്തിനും ലൈസൻസ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് നമുക്കിതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടൊക്കെ ചെയ്ത് നമ്മൾ തയ്ച്ചിടും, അതൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ തന്നെയാണ് തയ്ച്ചൊക്കെ ഇടുന്നത്. ബ്ലൗസും അതുപോലെ തന്നെ ചുരിദാറും എല്ലാം വീട്ടിലിടുന്ന ഡ്രസ്സുകളും എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആകുമ്പോഴത്തേന് നമുക്ക് വെളിയിൽ തയ്ക്കാനൊന്നും കൊടുക്കണ്ടല്ലോ, നമ്മുടെ സ്വന്തമായിട്ടെല്ലാം തയ്ച്ചിടാം. തയ്ക്കുന്നതിനൊക്കെ ഇവിടെ നല്ല ചാർജാണല്ലോ. അതുകൊണ്ട് നമ്മുടെ അത്യാവശ്യം ഡ്രസ്സുകളെല്ലാം ഞാൻ തന്നെ തയ്ച്ചെടുക്കും. അപ്പം നമ്മുടെ
ഇതിൻ്റെ ടോപ്പിൻ്റെ യോക്കിൻ്റെ ഭാഗത്തെല്ലാം വർക്കൊക്കെ ചെയ്ത് തീരാറായി. ഇനി ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇനി തയ്ക്കുന്ന വീഡിയോ ഇനി പിന്നെ എപ്പോഴെങ്കിലും ഇത് കട്ട് ചെയ്ത് തയ്ച്ചിട്ട് ഇത് കാണിച്ചത് ഞാൻ തരാം, എങ്ങനെയാണ് ഞാനിത് തയ്ച്ചെടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് കുറച്ച് എനിക്ക് തയ്യൽ അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബിനകത്ത് എല്ലാം തയ്യൽ പഠിപ്പിക്കുന്നതും തയ്യലിൻ്റെ എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ളത് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനും തയ്ക്കാനും ഒക്കെ പറ്റും. കുറേ ഇതിനായിട്ട് മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.